ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് നാൾ തൊട്ട് യോഗ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യോഗയുടെ ഒരു TTC കോഴ്സ് പഠിച്ചതാണ്. ബാംഗ്ലൂർ വെച്ച് വിവേകാനന്ദ യോഗയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും. പക്ഷേ അന്നൊക്കെ ചെയ്യുമായിരുന്നു. തുടർന്ന് നാട്ടിൽ വന്നിട്ടും കുറേ നാൾ ചെയ്യുമായിരുന്നു. പിന്നീട് അത് പിന്നെ ചെറിയ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ചില സമയത്ത് രാവിലെ നമുക്ക് ചെയ്യാനൊരു ടൈം കിട്ടത്തില്ലായിരിക്കും. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡിനെ വിടണം, ചിലപ്പോൾ നമുക്ക് ജോലിക്ക് പോകണമായിരിക്കും. അങ്ങനെയൊക്കെ ഒരു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് രാവിലെ മോർണിംഗിൽ യോഗ ചെയ്യാനൊരു സമയം കിട്ടത്തില്ല. പിന്നെ അതങ്ങൊരു മടിയായി തീർന്നു. അപ്പം വീണ്ടും സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം എന്നെപ്പോലെ വീട്ടിലിരിക്കുന്നവരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായാലും കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം യോഗ. അതിനൊരു ടൈം എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് യോഗ ചെയ്യാവും. ഫുൾ വയറോടുകൂടെ നമുക്ക് ഒത്തിരി ഫുഡ് കഴിച്ച് യോഗ ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് ചെയ്യാം. ഫുഡ് കഴിച്ചിട്ടായാലും ഒരു 3 മണിക്കൂർ നമ്മുടെ ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യോഗ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് മിനിമം നമ്മൾ 1 മണി 2 മണി, ഇപ്പോഴത്തേക്ക് ഞാനൊക്കെ 2 മണി 2:30 ആയിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മളൊരു 6 മണിക്കൊക്കെ യോഗ ചെയ്താൽ നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഡൈജഷന് വേണ്ടി മാറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് മാത്രമേ യോഗ ചെയ്യാവൂ. അപ്പോൾ ചില ആസനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വയർ ഫുള്ളായിട്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് നല്ലതല്ല. അപ്പം ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ചെറിയ സ്റ്റാർട്ടപ്പായിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം യോഗ ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ കേരള ക്ലൈമറ്റിന് നല്ല വൈബായിരിക്കും. ചെറിയ കിളികളുടെയൊക്കെ സൗണ്ടും ചെറിയൊരു തണുപ്പും ഒക്കെ നല്ലതായിരിക്കും. പക്ഷേ ഏർലി മോർണിംഗ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. കുട്ടികളെ സ്കൂളിൽ വിടണം, ചിലപ്പം ഹസ്ബൻഡിനെ ഓഫീസിൽ വിടണം, നമുക്ക് ജോലി കാണും, നമുക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ യോഗ എപ്പോഴും നമ്മൾ ഫ്രീ ആവുന്ന നമ്മുടെ വയറ് എംറ്റി സ്റ്റൊമക്ക് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മക്കളെയൊക്കെ വിട്ട് 10 മണി കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. അല്ല എങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു ഈവനിങ്ങിൽ ഒരു 6 o'clock ഒരു ഹാഫ് ആൻ അവർ ചെയ്താൽ മതി. നമ്മുടെ ബോഡി എത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നോ അതനുസരിച്ച് വേണം നമ്മുടെ ബോഡിയെ നമ്മൾ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളെ പിടിച്ചു വലിച്ച് നമ്മുടെ ബോഡിയെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ബോഡിയെ പറ്റി നമുക്കേ അറിയാവൂ. നമുക്ക് എവിടെയൊക്കെ പെയിനുണ്ട്, എവിടെയൊക്കെ മുറിവുണ്ട്, എവിടെയൊക്കെ വേദനകളുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ യോഗ എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ ഇരിക്കാം, നിൽക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പ്രായമുള്ളവർക്ക് വേണ്ടിയാണ്. കാരണം വെച്ചാൽ പ്രായമുള്ള രോഗികളായിട്ടുള്ളവരുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാം കഴിഞ്ഞു, ഞാൻ ഇനി പ്രായമായി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു 40 വയസ്സ് തൊട്ടുള്ളവർക്ക് തന്നെ ഇപ്പം 40 ചെറിയ കുട്ടികൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ആഹാര രീതികൾ, നമ്മൾ എത്ര പുറത്തുനിന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞാലും നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും വിഷം നിറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ മണ്ണിൽ തന്നെ നട്ടാൽ കൂടി ഈ മണ്ണിൽ തന്നെ നമ്മൾ ഇടുന്ന വളങ്ങൾ, പണ്ടൊക്കെ ചാണകപ്പൊടിയും അങ്ങനെയൊക്കെയുള്ള വളങ്ങളായിരുന്നു ഇടുന്നത്. ഇപ്പോൾ ഒന്നുമല്ല, മറ്റ് വളങ്ങൾ ഇടുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കേടുകളും നമ്മുടെ മണ്ണിനുണ്ട്. അപ്പം നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ എടുക്കുന്ന വിളവുകൾക്ക് വരെ ഒരു ടേസ്റ്റുമില്ല, ഒരു രുചിയുമില്ല. നമ്മളെന്തായാലും അല്ലാത്ത വളങ്ങളും ചാണകപ്പൊടി മാത്രമല്ല മറ്റ് വളങ്ങളും യൂസ് ചെയ്യാറുണ്ട്, കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിഷം നിറഞ്ഞ ഈ ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രോഗാവസ്ഥ അനുസരിച്ച് വേണം നമ്മൾ എക്സർസൈസ് ചെയ്യാനും യോഗ ചെയ്യാനും. എല്ലാത്തിനും ഞാനിപ്പോൾ ജിമ്മിന് പോകാനായിട്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്ക് ബാക്ക് പെയിനും ഉണ്ട്,
മുട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ജിമ്മിന് പോവണ്ട എന്ന് പറയും. നമ്മുടെ ബോഡിയെ അനുസരിച്ച് വേണം നമ്മൾ എക്സർസൈസും യോഗയും ജിമ്മും ഒക്കെ ചെയ്യാൻ, വർക്കൗട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യണം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ അങ്ങ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് വീട്ടിൽ കിടക്കേണ്ടി വരും. അപ്പം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പിന്നെ നമ്മുടെ ബോഡിയെ നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് വേണം യോഗയായാലും ജിമ്മിന് പോയാലും വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഞാൻ പറയുന്നത്, രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ചിലർ പ്രെയർ ചെയ്യും, ചിലർ അങ്ങനെ അങ്ങ് കിച്ചണിലോട്ട് പോവും, ചിലർ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷപ്പായിട്ട് പോവും. ഇതിപ്പം അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുളിക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല ആയിരിക്കും. നമ്മളിപ്പോൾ ചില ആൾക്കാർ പഴയ ആൾക്കാരെല്ലാം കുളിച്ചിട്ടാണ് കിച്ചണിൽ കയറുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ ചിലരൊക്കെ കുളിക്കുന്നവരുണ്ട്, ചിലരൊക്കെ അത് മടിയുള്ളവർ കാണും. ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർ, ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അതിനാണല്ലേ എനിക്ക് രാവിലെ ചൂടുവെള്ളം കോരി ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഫ്രഷപ്പായിട്ട് മുഖത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മുഖം നന്നായിട്ട് കഴുകുക. പ്രത്യേകിച്ച് കണ്ണിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ തപ്പി ഒഴിച്ച് കഴുകുമ്പോൾ ഈ കണ്ണിനകത്തുള്ള എല്ലാ അഴുക്കുകൾ പോകും. കണ്ണിന് നല്ലൊരു എക്സർസൈസാണ്. ആ വെള്ളം ഇങ്ങനെ ചെന്ന് വീഴുന്നത് കണ്ണിന് നല്ലൊരു എക്സർസൈസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തലമുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമ്മുടെ ഒരു കണ്ണാടിയിൽ വന്ന് നിന്നിട്ടെ ആ കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് ഒരു ഐ ലവ് യു പറയുക. നമ്മളോട് തന്നെ നമ്മളൊന്ന് ഐ ലവ് യു പറയണം. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയണം. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാലുണ്ടല്ലോ അതൊക്കെ ഒരു വെറുതെയാണ്. അതിനൊന്നും യാതൊരു ഗുണവും നമുക്ക് കിട്ടത്തില്ലെന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക, പിന്നെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. എല്ലാവരും ഈ സ്നേഹത്തിന് വേണ്ടി കുറേ നടക്കും. മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും എല്ലാവരും തന്നെ. പക്ഷെ നമുക്ക് നമ്മളോടൊന്ന് സ്നേഹിച്ച് നോക്കിയേ, നമുക്ക് പിന്നെ എനിക്കിപ്പോൾ എനിക്കിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ആരും ഫ്രണ്ട്ഷിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്കൊരു സൈലൻറ്റ് മൂഡിലിരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമുക്ക് ഒരാളെ നമ്മൾ കൂട്ടുമ്പോൾ അവരുടെ രീതികൾ നമ്മൾ നോക്കണം, അല്ലെ അവരുടെ സ്വഭാവ രീതികൾ നോക്കണം. അല്ലെ അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒരു കൂട്ടുകാരനായിട്ട് ഒരു കൂട്ടുകാരിയായിട്ട് നമ്മളെ തന്നെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആരെയും സ്നേഹിക്കേണ്ടെന്നല്ല, സ്നേഹിക്കണം. ആ സ്നേഹത്തിന് നമ്മളേക്കാൾ കൂടുതൽ നമ്മൾ ആരെയും സ്നേഹിക്കില്ല. അങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു തിന്മ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമം കിട്ടുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അത് മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും അപ്പനായാലും അമ്മയായാലും എല്ലാവരും അതിൽ ഇൻക്ലൂഡായ. അപ്പോൾ ആരിൽ നിന്ന് ഇപ്പം നമ്മളൊത്തിരി നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, പക്ഷെ ആ മക്കളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വേദന കിട്ടുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പിന്നെന്താണ്, ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ തിരിച്ചുമാണ് നമ്മൾ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നു. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മകൾ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ ചിലപ്പോൾ സഹിക്കണമെന്നില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചു നോക്കാം. നമുക്ക് മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി നടപ്പാറേണ്ട. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹിക്കാം. ഐ ലവ് യു. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഫ്രഷപ്പൊക്കെ ആയി നല്ല തലമുടിയൊക്കെ കെട്ടി നല്ല സുന്ദരി കുട്ടികളായിട്ട് കണ്ണാടി പോയിട്ട് എന്ത് പറയണം, ഐ ലവ് യു. നമ്മുടെ പേര് വിളിച്ച് പറയണം. എൻ്റെ പേര് ആഷ എന്നാണ്. അന്ന് ഞാൻ പറയാം ഐ ലവ് യു ആഷ. ചില സമയത്ത് ഞാൻ പറയാറ്, ചിലപ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. ഐ ലവ് യു ആഷ എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് നന്നായിട്ട് തലമുടിയൊക്കെ ചീവി കെട്ടി ഒന്ന് ഒരുങ്ങി നിന്നാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസാണ്, അല്ലേ? അപ്പോൾ ചിലർ കണ്ടില്ല വീട്ടിൽ നിൽക്കുന്നത് അവള് ഭയങ്കര ഇതായിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളോട് ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുങ്ങി ഒന്ന് നിന്നാൽ നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ്, നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയി നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലേ, നല്ല ഡ്രസ്സാണെന്നല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്ത് എവിടുന്ന നല്ല രസമുണ്ടല്ലോ എന്ന് ചോദിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്കത്
കേൾക്കുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസാണ്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇത്ര നല്ലതാണ്. ചിലപ്പോൾ അത് വളരെ ചീപ്പായിരിക്കും, വില കുറഞ്ഞതായിരിക്കും, പക്ഷെ അതിൻ്റെ ഭംഗി അല്ലെ നമ്മൾ അത് ഇടുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ ഭംഗിയായിരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തിനേയും നമ്മുടെ ശരീരത്തെ നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്ത് നമ്മൾ നല്ലതാണ്, നമ്മളെ കൊണ്ട് കഴിയും, അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് നമുക്ക് കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടായാൽ, ഈ പറയുന്ന ചില സമയത്ത് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ മനുഷ്യരല്ലേ, നമ്മൾ എല്ലാവരും പറയും നമ്മളെ ഭയങ്കര അഡ്വൈസ് ചെയ്യും, എന്നിട്ട് അവർ നല്ലതാണെന്ന് ചോദിക്കും. പക്ഷെ അല്ല, നമ്മൾക്കും ഓരോ മൈൻഡും എപ്പോഴാണ് നമുക്ക് ചേഞ്ച് ആവുന്നത്, അല്ലെ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനാണ് ഈ യോഗ പോലുള്ള ഒരു ഇത് കൊണ്ടുവരുന്നത്. യോഗ, ഡാൻസ്, അതൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ മനസ്സ് ഏറ്റവും പറയുന്നത് ഡാൻസും യോഗയൊക്കെ ഭയങ്കര, കാരണം നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ഡാൻസ് പഠിക്കുന്ന എത്രയോ പേര്, ഇപ്പോൾ ശോഭനയൊക്കെ നോക്കിയാണെങ്കിൽ എത്ര വയസ്സുണ്ട് അവർക്കൊക്കെ അവരുടെ ബോഡിയൊക്കെ എന്ത് ഫ്ലെക്സിബിളാണെന്നറിയാമോ. എനിക്ക് തോന്നുന്നു അവർക്കും വലിയ രോഗം ഇല്ലായിരിക്കും. അപ്പം നമ്മൾ എന്താണ് യോഗ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കസേരയിരുന്ന് ചെയ്യാം, തറയിലിരുന്ന് മാറ്റിട്ട് ചെയ്യാം, ചമ്മലക്കാല് കൂട്ടിയിട്ടിരിക്കാം, അല്ലെങ്കിൽ കാല് മടക്കിയിട്ട് പിന്നെ ഇരിക്കാം. അത് ഏറ്റവും നല്ലതാണ് കാല് മടക്കിയിട്ട് ഇരിക്കുന്നത്. അത് അടുത്ത ദിവസം ഞാൻ കാണിക്കാം. അപ്പം ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം രാവിലെ എന്താണ് ചെയ്യേണ്ടത്, രാവിലെ എണീറ്റ് പ്രെയർ ചെയ്യുക, അത് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷപ്പായിട്ട് നമ്മൾ വന്ന് നമ്മുടെ തലമുടിയൊക്കെ ചീവി ഒതുക്കി ഒന്ന് കണ്ണാടിയിൽ വന്ന് ഒരു ഐ ലവ് യു പറയുക. പിന്നെ നമ്മളെന്താണ് നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, നമ്മളൊരു കുറച്ച് ചിലർ ഡയറക്റ്റ് പോയി ചായ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കും. പക്ഷെ അങ്ങനെ ചെയ്യൽ, നല്ലതായിട്ടൊരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ചായ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ചായ കഴിയുന്നത് ഒഴിവാക്കാനാണ് നല്ലത്. പക്ഷേ ഈ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചായ കുടിച്ചേ പറ്റൂ. മധുരം കുറച്ച് ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു യോഗ, അതായത് നമ്മുടെ ബോഡിക്ക് നമ്മളൊരു സ്റ്റാർട്ടപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ ബോഡിയൊക്കെ ഇപ്പം ഞാൻ കുറേ വർഷമായി യോഗ ചിലപ്പോഴൊക്കെ ചെയ്യും, അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാറില്ല. അന്നേരം ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ബോഡിയിൽ എന്താണ് നമ്മളൊന്ന് ചെറിയൊരു ചൂട് കൊടുക്കണം, ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കണം. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം കൈകൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമണം. നന്നായിട്ട് തിരുമ്പോൾ എൻ്റെ കൈ ഇച്ചിരി മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര പറ്റുന്നില്ല, കൈ ഇച്ചിരി മുറിഞ്ഞിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് തിരുമണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും, അല്ലെങ്കിൽ 3-4 മിനിറ്റ് മതി. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ചൂട് കിട്ടുന്നത് നമ്മുടെ കൈക്ക്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ചെയ്യുമായിരുന്നു ഇങ്ങനെ, ഇങ്ങനെ തിരുമിയിട്ടേ ഇങ്ങനെ പലർക്കും കൊണ്ടുപോയി ചൂട് വെച്ച് കൊടുക്കുമായിരുന്നു അല്ലേ, ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു. അതുപോലെ നമ്മൾ ചെറിയ കുട്ടികളാവും. അപ്പോൾ ഇങ്ങനെ എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി നല്ലതായിട്ട് കുറേ നേരം ഇച്ചിരി ഒരു 3-4-5 മിനിറ്റ് ഇങ്ങനെ തിരുമ്മുമ്പോൾ എന്താണ് നല്ല ചൂട് കിട്ടും. ആ ചൂട് എന്താണ് നമ്മുടെ ഫേസ്, കണ്ണ്, നമ്മുടെ എന്താ ഇതുപോലെ ഫേസിലെല്ലാം, നെറ്റിയിൽ, ഈ കണ്ണിൽ, ചുണ്ടിൽ, ഈ കഴുത്തിൻ്റെ മേള്, ഈ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയൊക്കെ വയ്ക്കുക. വീണ്ടും വേണമെങ്കിൽ ഒരു 1-2 റൗണ്ട് കൂടെ അങ്ങനെ ചെയ്യാം നമ്മുടെ കൈക്ക്. അതായത് നമുക്കൊരു ചെറിയ ബോഡിക്ക്, നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിൽ നിന്ന് നമ്മളെന്താണ് രാവിലെ ഇച്ചിരി വെള്ളം കുടിച്ചു, ചായ കുടിച്ചു, അതുപോലെ ബോഡിയുടെ പുറത്ത് നമ്മൾ ചെറുതായിട്ടൊരു ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുകയാണ്. നല്ലൊരു സുഖമാണ്, ഈ കണ്ണിലോട്ട് വെക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ചെവിയുടെ ഭാഗത്തും, ചെവിയുടെ മടക്കിലും, കവിളിലും, കഴുത്തിൻ്റെ അവിടെയും, ബാക്ക് സൈഡും, പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് തട്ടാം. ഇതിനാണ് ഇങ്ങനെ തട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ വെയിനുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു ഉണർവ്, ഒരു ഇത് കൊടുക്കുവാൻ വേണ്ടി, നമുക്കൊരു ബ്ലഡ് ഓട്ടം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ബാക്കിൽ പറ്റുമെങ്കിൽ ബാക്കിലൂടെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. ബാക്കിലൊക്കെ അടിച്ചു കൊടുക്കുക, കാലിലൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. കാലിൻ്റെ പാദത്തിലും കാലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത്
പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, തറയിരിക്കാൻ പറ്റത്തില്ല, കസേര വേണമെങ്കിൽ ഇരിക്കാം, ഇരിക്കുന്നവർക്ക് കട്ടിലിരിക്കാൻ പറ്റുന്നവർക്ക് കട്ടിലിരിക്കാം. അങ്ങനെ കട്ടിലിരുന്ന് വജ്രാസനത്തിലിരുന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് നാളെ കാണിക്കാം വജ്രാസനത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഇന്ന് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമുക്ക് പ്രെയർ ചെയ്ത് നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നാളെ തൊട്ട് നമുക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എല്ലാവരും ഒന്ന് ഫ്രഷപ്പായിട്ട്, രാവിലെ തന്നെ വേണമെന്നില്ല, മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മണി കഴിഞ്ഞോ 11 മണിക്കോ ഒക്കെ ഒരു ഫുഡ് കഴിച്ചൊരു 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ലഞ്ച് കഴിക്കുമല്ലോ, അന്നേരം ഒരു 3-4 മണിക്കൂർ നമുക്കറിയാമല്ലോ നമ്മുടെ ദഹനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ടൈമിങ്ങിന് നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പം ഹാവ് എ നൈസ് ഡേ. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ കൂടാൻ ആഗ്രഹമുള്ളവരെല്ലാം എൻ്റെ കൂടെ കൂടിക്കോ. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു ബോറിങ്, അപ്പം നിങ്ങളോട് കൂടാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യോഗ ചെയ്യാമെന്ന് വിചാരിച്ചത്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കാണും, അപ്പം എല്ലാവരും അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിവുള്ളത് എനിക്ക് പറഞ്ഞു തരിക, എനിക്ക് അറിവുള്ളത് നിങ്ങൾക്കും പറഞ്ഞു തരാം. അപ്പം have a nice day. Thank you.